ഹലോ ഗൈസ്, ഇവിടുത്തെ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യമേ തന്നെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എന്താണ്, ഇനി നമ്മളുടെ ഫെർട്ടിലൈസിങ് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. അതിനകത്ത് NPK പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറേ അധികം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയൊക്കെയാണ് കാണാറ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം കൂടി മിക്സ് ചെയ്തിരിക്കുന്ന ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് ഈ NPK എന്ന് പറയുന്നത്. ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ പ്രൈമറി ന്യൂട്രിയൻസ് ആണ്. അതായത് ഏതൊരു ചെടി എടുത്താലും ഇതില്ലാതെ ആ ചെടിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇനി ഇത് മൂന്നിനും 3 ഗുണങ്ങളാണ് ഉള്ളത്. നൈട്രജൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല പച്ചപ്പ് തരുന്ന ഒരു ന്യൂട്രിയന്റ് ആണ്. അതായത് കൂടുതലും നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലാത്ത നമ്മുടെ ഈ ഫോയിലേജ് ഉണ്ടല്ലോ, ഈ ഗ്രീൻ ഫോയിലേജ്, അതായത് നല്ല പച്ചപ്പിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇലച്ചെടികളോടായിരിക്കും കമ്പം. അങ്ങനെയുള്ള ആൾക്കാർക്ക് നൈട്രജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നൈട്രജൻ ആണ്. അതായത് ഏറ്റവും കൂടുതൽ ഇലകൾ തിങ്ങി നിറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് നൈട്രജൻ ആണ്. ഇനി ഫോസ്ഫറസ് എന്ന് പറഞ്ഞാല് വേരുകളുടെ ഡെവലപ്മെന്റിനാണ് കേട്ടോ. വേരുകൾ വേഗം കിളിർക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഫോസ്ഫറസ് ശരിക്കും പറഞ്ഞാൽ ഈ ചെടികളെ സഹായിക്കുന്നത്. അതുപോലെ പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു വളർച്ച, അതുപോലെ തന്നെ അസുഖങ്ങൾ വേഗം ഈ ചെടികൾക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് പൊട്ടാസ്യം. അപ്പൊ ഇവര് 3 പേരും വേണം. ഇനിത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് 3 പേരും ഓരോ ചെടിയുടെ ഡിഫറെന്റ് സ്റ്റേജിലായിരിക്കും വേണ്ടത്. നമുക്ക് ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കും ഇത് ഉപയോഗിക്കാമല്ലോ. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് ആ പച്ചക്കറി നട്ടു തുടങ്ങുമ്പോൾ അതിന്റെ റൂട്ട് ഡെവലപ്മെന്റിന് എന്തായാലും ഫോസ്ഫറസ് വേണമല്ലോ. അതുപോലെ തന്നെ നിറയെ ഇലകൾ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് നൈട്രജനും വേണം. ഇനി ഇലകൾ ഉണ്ടായി തുടങ്ങുന്നിടം തൊട്ട് നൈട്രജന്റെ അളവ് കുറയ്ക്കാം. എന്നിട്ട് ആരെ കൂട്ടാം? ഫോസ്ഫറസിനെയും പൊട്ടാസ്യത്തിനെയും കൂട്ടാം. കാരണം ഇവർ രണ്ടുപേരും ആയിരിക്കും കൂടുതൽ ഈ ഫ്ലവറിങ്ങിനും അതുപോലെ ഫ്രൂട്ട്സ് ഉണ്ടാകാനും ഒക്കെ ഈ പച്ചക്കറികളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെയാണ് പൂച്ചെടികളുടെ കാര്യത്തിലും. പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നത് കൂടുതലും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഈ ചെടികളുടെ ടോളറൻസ് ഉണ്ടല്ലോ, അസുഖങ്ങൾ വേഗം വരാതിരിക്കാനും നമുക്ക് ഈ പൊട്ടാസ്യം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, നമ്മൾക്ക് മാർക്കറ്റിൽ ചെന്ന് നമ്മൾ NPK വാങ്ങുമ്പോൾ പല റേഷ്യോയിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 19 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് ഈ 19 എന്ന് പറയുന്നത് 19% എന്നാണ് അർത്ഥം. അതായത് ഓരോ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സോൾട്ട് ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഓരോന്നിന്റെ റേഷ്യോ, ഓരോന്നിന്റെ അവൈലബിലിറ്റി ഇത്രയാണെന്നുള്ളതാണ് ആ കാണിക്കുന്നത്. അപ്പം പച്ചക്കറികളൊക്കെ കിളിർപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ്, അതിന്റെ ഒരു ഫ്രൂട്ടിങ് അല്ലെ ഫ്ലവറിങ് സ്റ്റേജ് ആവുമ്പം നിങ്ങൾ എടുക്കേണ്ടത് ഫോസ്ഫറസിന്റെ റേഷ്യോ കൂടി NPK ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോസ്ഫറസിന്റെ റേഷ്യോ ആയിരിക്കണം അപ്പൊ കൂടി നിൽക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചൊന്ന് അതിനെന്തെങ്കിലും അസുഖങ്ങൾ വരികയോ അല്ലെങ്കിൽ അതിന്റെ ഫ്രൂട്ടിങ് സ്റ്റേജിലോട്ട് കടക്കുമ്പം പിന്നെ പൊട്ടാസ്യം ആയിരിക്കണം. അതായത് നമ്മൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സ് കുറയുമ്പോൾ നമ്മൾ ഈ ചാരമൊക്കെ ഇട്ട് കൊടുക്കത്തില്ലേ ചെടികൾക്ക്. അപ്പൊ അതുപോലെ ഓരോ സ്റ്റേജിലും ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം തുടക്കത്തിൽ നിന്ന് ഈ 3 സ്റ്റേജിലും ഇതിന്റെ 3ന്റെ റേഷ്യോ വ്യത്യസ്തമായിരിക്കും. അവയെ നമുക്ക് കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത് ഓരോ സ്റ്റേജിൽ ഓരോന്നായിരിക്കും കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അപ്പം മാർക്കറ്റിൽ പോയി വാങ്ങുമ്പം നമ്മൾക്ക് എന്താണോ ആവശ്യം അതാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആവശ്യം എന്താണ്? നമുക്ക് ചെടികളിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ നിറയെ സീഡ് ഉണ്ടാവണം, അല്ലെ ഫ്രൂട്ട് ഉണ്ടാവണം എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? ഫോസ്ഫറസും പൊട്ടാസ്യവും അതായിരിക്കണം ആ സമയത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി എപ്പോഴൊക്കെ ഉപയോഗിക്കാം? കാര്യം പറഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ ഇതൊരു 30 ദിവസം ഇടവേളയിൽ ഉപയോഗിക്കാം. അതൊരു 1.5 gram to 2 gram അങ്ങനെ ഒരു കണക്കില് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്കൊരു 30 ദിവസം അല്ലെങ്കിൽ 40 ദിവസത്തെ ഇന്റർവെല്ലിൽ തുടക്കത്തിലൊക്കെ ഉപയോഗിക്കാം. ഇനി അതൊരു ഫ്ലവറിങ് സ്റ്റേജിലോട്ട് എത്തുമ്പം കൂട്ടണം. കാരണം എന്താണ്, ആ ചെടി ഉപയോഗിക്കുന്ന ചെടി വലിച്ചെടുക്കുന്ന അല്ലെ ചെടിയുടെ ആവശ്യം കൂടിയല്ലോ, ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ. അപ്പൊ നമ്മളൊരു 15 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മളിത് സപ്ലിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ പറഞ്ഞത് ആ റേഷ്യോ അപ്പം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഏത് റേഷ്യോ ഏതാണ്? അതിനകത്ത് NPK എന്ന് പറയുന്നുണ്ടെങ്കിലും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അതിനകത്ത് ഏതാണ് ആ ചെടിക്ക് അതിന്റെ ആ വളർച്ചയുടെ സ്റ്റേജിൽ കൂടുതൽ വേണ്ടതെന്ന് നോക്കിയിട്ട് വേണം ആ റേഷ്യോയിലുള്ള NPK കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. ഇനി അടുത്തത്, എന്ത് പറ്റും ഈ NPK കൂടിപ്പോയി കഴിഞ്ഞാലെന്നറിയാവോ? NPK കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടി നശിച്ചു പോകും. അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തുടക്കക്കാരുടെ അടുത്ത് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഞാൻ ഒരുപാട് ചെടി നശിപ്പിച്ചിട്ട് പറഞ്ഞാൽ എൻ്റെ പയറൊക്കെ നന്നായിട്ട് കയറി വന്നിട്ട് ഞാൻ വളമിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ശരിക്കും നമ്മൾ തുടക്കത്തിലെ ഉപയോഗിക്കുമ്പം നമ്മൾ അളവ് കുറച്ച് ഉപയോഗിക്കുക. ഇപ്പം 1.5 to 2 gram per ലിറ്ററിന് ഞാൻ പറഞ്ഞല്ലോ.
അതിപ്പോൾ നിങ്ങൾ 1.5 എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ആ സ്പൂൺ ഇല്ലേ, അതിനകത്തൊരു 2 ഗ്രാം ആയിരിക്കും അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇച്ചിരി കുറഞ്ഞു പോയാലും സാരമില്ല, നമ്മൾ ആ കൊടുക്കുന്ന ഇടവേളകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ നമ്മുടെ ചെടിയുടെ വേര് ഇങ്ങനെ ചുരുങ്ങി പോകും. കാരണം ഇത് സോൾട്ട് ആണല്ലോ, അപ്പോൾ ഇതിങ്ങനെ ഷ്രിങ്ക് ആയി പോകും. എന്നിട്ട് നമ്മുടെ ചെടി നശിച്ചു പോകും. പിന്നെ അത് കുറേ ഭയങ്കര പാടാണ് ഇതിനെ റിവൈവ് ചെയ്തെടുക്കുക. അത് നമ്മൾ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് കിട്ടി എന്ന് പറയുന്നൊരു സ്റ്റേജിലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ചെടിക്ക് വേണ്ടത് കൊടുക്കാനും അതുപോലെ ഓവറായിട്ട് കൊടുത്ത് അതിനെ നശിപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇനി ഏതൊക്കെ രീതിയിൽ കൊടുക്കാൻ പറ്റുമെന്നറിയാവോ? അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സോയിലുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അതായത് നമ്മളൊരു ചെടി നടാൻ പോകുന്ന മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നമുക്കത് വെച്ചിട്ട് അതിലേക്ക് ചെടി നട്ടു കൊടുക്കാൻ പറ്റും. രണ്ടാമത് ഇറിഗേഷൻ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്കത് കലക്കി ഒരു മിശ്രിതം ഉണ്ടാക്കി അത് ചെടികളിലെ വേരിൽ കിട്ടുന്ന ഭാഗത്തിന് ചെടിക്ക് ചുറ്റും ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതല്ലാതെ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെടിക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്ന പോലെ തോന്നി, അല്ലെങ്കിൽ ഒരു മഞ്ഞപ്പ് വന്നു ഇതിന്, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച മുരടിച്ച് നിൽക്കുന്നു എന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്കത് സ്പ്രേ ആയിട്ട് തളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പുതിയ ഇലകളുണ്ടല്ലോ, അത് വേഗം അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ഈ IV ഒക്കെ തരത്തില്ല ഇഞ്ചക്ഷൻ, അപ്പോൾ അതുപോലെ പെട്ടെന്ന് നമ്മളുടെ സർക്കുലേഷനിലോട്ട് പോകുന്നത് പോലെ തന്നെ സെയിം ഇഫക്റ്റ് ആണ്, വേഗം ഇത് അബ്സോർബ് ചെയ്ത് എടുക്കും. ഇനി അടുത്തത് വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതുപോലുള്ള കെമിക്കൽ ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഓർഗാനിക് മാനുവറും കമ്പോസ്റ്റും ഒക്കെ ഉണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ചാണകവും കൊന്നപ്പത്തലിൻ്റെ ഇലയും കൂടെ മിക്സ് ചെയ്ത് ഒരു മിശ്രിതം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയൊക്കെ നന്നായിട്ട് കിളിർക്കും. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാമതൊരു കിളിർക്കും. എനിക്ക് പേഴ്സണലി അത് ഒത്തിരി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല പയറിനൊക്കെ നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു വളമാണത്. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിലല്ലേ അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുന്നവർക്കും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സമയം കുറവായിട്ടുള്ളവർക്കും ഒക്കെ എന്ത് വന്നാലും ഇതുപോലെയുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ ആശ്രയിക്കേണ്ട വരും. അപ്പം തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പിന്നെ എപ്പോഴും ഉപയോഗിച്ച് നമ്മുടെ സോയിലിന്റെ തനതായിട്ടുള്ള ഫെർട്ടിലിറ്റി നഷ്ടപ്പെടാതെ നോക്കണം. പറ്റുമെങ്കിൽ ഉണങ്ങച്ചാണകമോ അതല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി വേസ്റ്റ് കൊണ്ട് കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഇട്ട് കൊടുക്കാനും ശ്രമിക്കണം. എന്നാൽ വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്ക് ഇതൊക്കെ ഇടുന്ന കൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആണ് നമ്മളുടെ എല്ലാം. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ള വീഡിയോസ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.